कल इंटरनेशनल योगा डे था। सारा दिन टीवी पर योगा ही योगा चल रहा था। फिर आपने क्या किया? मैंने टीवी बंद कर दिया। ओके, कल इंटरनेशनल योगा डे था, सारा दिन टीवी पर योगा ही योगा चल रहा था. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? കൽ കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇന്നലെ ശ്രദ്ധിക്കണം, കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന അർത്ഥവുമുണ്ട്, അതുപോലെ തന്നെ നാളെ എന്ന അർത്ഥമുണ്ട് കേട്ടോ. രണ്ടിനും ഒരേ വാക്കാണ് യൂസ് ചെയ്യുന്നത്. കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇന്നലെ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇന്ന് എന്നുള്ളത് എന്താ പറയാ? കറക്റ്റ്, ആജ് എന്നാണ് പറയുക. വെരി ഗുഡ്. അപ്പൊ കൽ ഇന്റർനാഷണൽ യോഗ ഡേ ഥ. ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു. ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു. ഓക്കെ ആണല്ലോ. സാരാ ദിൻ. സാരാ ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും. ദിവസം മുഴുവനും. ടി വി പർ, ടിവിയിൽ. ടിവിയിൽ. യോഗ ഹി യോഗ ചൽ രഹാ ഥ. ഇവിടെ പ്രയോഗമാണ്. യോഗ ഹി യോഗ. ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് അർത്ഥം. അതായത് ഈ തന്നെ എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പോ അത് അവൻ തന്നെയാണ് എന്നൊക്കെ പറയില്ല നമ്മൾ. അത് അവൻ തന്നെയാണ്, തന്നെയാണ്. സോ ഈ തന്നെ എന്നുള്ളത് നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ സാരാ ദിൻ ദിവസം മുഴുവനും, ടി വി പർ ടിവിയിൽ, യോഗ ഹി യോഗ യോഗ തന്നെ യോഗ, ചൽ രഹാ ഥ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചൽന നടക്കുക, ചൽ രഹാ ഹെ നടന്നുകൊണ്ടിരിക്കുന്നു, ചൽ രഹാ ഥ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മീൻസ് ടി വിയിൽ ഇങ്ങനെ ഈ പ്രോഗ്രാം വെറും യോഗ പ്രോഗ്രാം മാത്രമായിരുന്നു എന്നാണ് ഹസ്ബൻഡ് പറയണത്. അപ്പൊ വൈഫ് എന്താ പറയണത്? ഫിർ ആപ്നെ ക്യാ കിയ. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നീട്. പിന്നീട്. ആപ്നെ താങ്കൾ, ക്യാ കിയ എന്ത് ചെയ്തു. അപ്പൊ ടി വിയിൽ ഈ പ്രോഗ്രാം ഒക്കെ നടക്കായിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു അതാണ് കേട്ടോ. ഫിർ ആപ്നെ ക്യാ കിയ. ആപ്നെ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നൊരു അർത്ഥമേ ഉള്ളൂ. ക്യാ കിയ എന്ത് ചെയ്തു കേട്ടോ. അപ്പോ ഇദ്ദേഹം പറയുന്ന മറുപടി मैंने മേനെ, മേംനെ, മേംനെ കേട്ടോ. അതാണ് മേനെ. ഞാൻ, ഞാനോ, ഞാനോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ, ഞാനോ എന്നാണ് ചോദ്യം. മേനെ ടി വി ബന്ദ് കർ ദിയ. ഞാൻ ടി വി ഓഫ് ചെയ്തു കണ്ടോ. മേനെ ഞാൻ ടി വി ബന്ദ് കർ ദിയ. ശ്രദ്ധിക്കുക, ബന്ദ് കർന അല്ലെങ്കിൽ ബന്ദ് കർ ദേന എന്നൊക്കെ പറഞ്ഞാൽ ഓഫ് ചെയ്യുക, അടക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അടക്കുക. ഇപ്പൊ നമ്മൾ ദർവാസ എന്ന് വെച്ച വാതിലാണ്. അപ്പോ ദർവാസ ബന്ദ് കരോ എന്ന് പറഞ്ഞാൽ വാതിൽ അടക്കൂ എന്നാണ് അർത്ഥം കണ്ടോ. വാതിൽ അടക്കൂ. ക്ലിയർ. അപ്പൊ ദർവാസ ബന്ദ് കര. അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുക, അതുപോലെ ടി വി ഓഫ് ചെയ്യുക, ഇതിനൊക്കെ ബന്ദ് കർണ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. സോ ഇന്ന് നിങ്ങളുടെ മൈൻഡിന്റെ ഡിക്ഷണറിയിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് ബന്ദ് കർണ. ബന്ദ് കർണ എന്ന് വെച്ചാൽ അടക്കുക, ഓഫ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞ ഡയലോഗുകളുടെ അർത്ഥം. അപ്പൊ ഇനി ആ വീഡിയോ ഒന്നുകൂടി കേട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Learn Hindi with Hindigo.